അസ്സലാമു അലൈക്കും ലെനസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അൽഫാം ഓവണിലോ ഗ്രില്ല് ഒന്നുമല്ല, ഞാൻ ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ഏത് പീസാണെങ്കിലും എടുക്കാം. അത് നന്നായി വരഞ്ഞ് ഈ ചിക്കനിലേക്ക് മസാല റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കൈപ്പിടി ചപ്പ് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അര സവാള ഇട്ട് കൊടുക്കാം. ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂണ് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂണ് പെരുംജീരകപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പും, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ വിനാഗിറും ചേർത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കി മസാലകൾ ചേർക്കാം. വിനാഗിർക്ക് പകരം ചെറുനാരങ്ങൻ്റെ നീരായാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തി, ഒറിഗാനോ, പാസലി ലീഫും ഓരോന്നുള്ളിച്ച്. അത് ഓപ്ഷനിലാണ്, ഇടണമെങ്കിൽ ഇട്ടാൽ മതി. ഒരു പ്രത്യേകത ടേസ്റ്റാണ് ഇത് കൂടി കൂട്ടി അരച്ചെടുക്കണ സമയത്ത്. ഇത് നന്നായി പേസ്റ്റായി അരച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കണത്. ചിക്കൻ നന്നായി കഴുകിയെടുത്ത് ഇതിൽ ഞാൻ വെള്ളം ചോർന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഈ മസാലകൾ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇനി ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഇതിലേക്ക് മസാല പിടിക്കാനും വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ഞാൻ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായി മീൻ വരിണ പോലെ തന്നെ വാർന്നെടുക്കുകയാണ് വേണ്ടിയത്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലകളൊക്കെ പെട്ടെന്ന് പിടിക്കാനും. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വേറെ ഓയിലുകളൊന്നും ചേർക്കണില്ല. ആകെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ചേർക്കണുള്ളൂ. അതന്നെ ബാലൻസ് വരും ചെയ്യും. അപ്പോൾ ഇത് എണ്ണ പറ്റാത്തവർക്കും എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും പറ്റുന്ന ഒരു ഫ്രൈ കൂടിയാണിത്. ഇത് ശരിക്കും എല്ലായിടത്തും എത്തണ വിധത്തിൽ തന്നെ ഇത് മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോഴാണ് ഇത് ചിക്കൻ സോഫ്റ്റായി വരാനും എല്ലാത്തിനും റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് മസാല പിടിക്കാനൊക്കെ നല്ലത്. റെസ്റ്റ് ചെയ്യാതെ ഫ്രൈ ചെയ്തെടുത്താൽ അത്ര വലിയ സോഫ്റ്റ് ഉണ്ടാവില്ല. മസാലയൊക്കെ റെഡിയാക്കി എടുത്തുകൊണ്ട് ഇപ്പം ഞാനിത് അടച്ച് വെച്ച് ഫ്രിഡ്ജിലാണ് വെക്കണത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ഓപ്പൺ ആക്കണത്. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. വെളുത്ത എള്ളു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ അധികം കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. കഴിക്കുമ്പോഴും നല്ല എരിവും ഒക്കെ അത്യാവശ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവില്ല ചില്ലി ഫ്ലേക്സ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടില്ല എങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ചെറിയ പീസ് ലെഗ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുതെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വരച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൽ ഫ്രൈ ചെയ്തെടുത്ത് ലാസ്റ്റ് ഈ എണ്ണ ഇതിൽ തന്നെ കാണും. അത്രേ ഉള്ളൂ നമുക്കിതിൽ എണ്ണൻ്റെ ആവശ്യം. ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാം. ഫസ്റ്റ് ഇടുന്ന സമയത്ത് നല്ല ചൂട് ചട്ടി വേണം. ഒരു 5 മിനിറ്റ് ചൂട് കൊടുക്കാൻ തന്നെ സ്റ്റൗ ഓണാക്കിയിടാം. അടച്ചും വെക്കാം. പിന്നെ ചെറിയ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഞാൻ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് 2 പാനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലും 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു പാനിൽ തന്നെ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കിയാലും മതി. ഇത് എനിക്ക് സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ 2 പാനിലും വേണ്ടിയിട്ട് ആക്കണത്. ഭക്ഷണത്തിന് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആവണമല്ലോ എഴുതിയിട്ട്. അധിക സമയമൊന്നും എടുക്കൂല. മൊത്തത്തിൽ എനിക്ക് 20 മിനിറ്റാണ് ഇത് വേവാൻ സമയം വന്നത്. ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വേവുകയും ചെയ്യില്ല. ഇതൊന്ന് അടച്ച് വച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. ഞാൻ ബാക്കി വന്ന ബാലൻസ് പാത്രത്തിലുണ്ടായിരുന്ന മസാലകളൊക്കെ ഇതിന്മേൽ തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അതിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇത് ഇനി
ഇതിപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കണ്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഈ ഭാഗം ഇനി ഒന്നുകൂടിയും വേവിച്ചെടുക്കും. 1-2 പ്രാവശ്യമൊക്കെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് നന്നായി ഫ്രൈ ആയിട്ട് വരുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം 2 പാനത്തതും മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. 2 പാനും ഒരേ സമയം കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലോങ് ആയി ക്യാമറ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം സ്പൈസിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്ത മസാല റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത്ര വേണ്ടെങ്കിൽ ഇതിന്ന് ഒഴിവാക്കും ചെയ്യാം. മസാലകൾ മുളകിൻ്റെ അളവും കുരുമുളകിൻ്റെ അളവൊക്കെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്നുകൂടിയും ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അൽഫാം കൂടിയാണ്. മറ്റേ കണൽ വേണം, അല്ലെങ്കിൽ ഗ്രില്ല് വേണം. ഇതൊന്നും വേണ്ട, ഓവണൊന്നും വേണ്ടാത്തവർക്കൊക്കെ, വീട്ടിലില്ലാത്തവർക്കൊക്കെ അത് നല്ലൊരു യൂസ്ഫുൾ ആവും ഈ വീഡിയോ. ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഓയിൽ കണ്ടില്ലേ, ഈ ഓയിൽ പാർന്നത് ഇതിൽ തന്നെ ഉണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒഴിക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടൂല. അതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയപ്പോൾ സമയത്താണ് ഞാനിത് വാങ്ങി. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഈ ചൂടോട് കൂടി നാരങ്ങയൊക്കെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതിന് കുബൂസിൻ്റെ കൂടെ, ബട്ടർ ഞാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു, തന്തൂരി റൊട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്.